ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോറാണ്. അപ്പൊ ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്കതിന്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കും. മധ്യപ്രദേശ് ഇൻഡോറിൽ മലിനജലം കുടിച്ച് 8 പേർ മരിച്ചു റിപ്പോർട്ട്. 100-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മാസം 25-നും 30-നും ഇടയിലാണ് മരണങ്ങൾ സംഭവിച്ചത്. മറ്റൊരു ഗൗരവമായ ഒരു സംഭവമായി തന്നെ കാണേണ്ടി വരും ഈ മധ്യപ്രദേശ് ഇൻഡോറിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ നഗരസഭ വിതരണം ചെയ്ത കുടിവെള്ളത്തിലാണ് പ്രശ്നമുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതുവരെ 8 പേർ മരിച്ചതായാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം. ഈ മാസം 25-ന് വിതരണം ചെയ്ത വെള്ളത്തിൽ അതിൽ അസാധാരണമായ ഒരു രുചി വ്യത്യാസം, ഒപ്പം തന്നെ രൂക്ഷഗന്ധം ഉണ്ടായിരുന്നതായാണ് ഈ താമസക്കാർ പറയുന്നത്. അവരെ മലിനമായ ഒരു ജലമാണ് ഈ വിതരണം ചെയ്തത്. പല ആളുകൾക്ക് 100-ലധികം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നത്. മാത്രമല്ല, എന്റെ പൊന്നു മേയറെ, ഇൻഡോറും വേണ്ട ഞങ്ങൾക്ക്, ഔട്ട്ഡോറും വേണ്ട. നിങ്ങൾ കാലെടുത്ത് വെച്ചപ്പോഴേ മനസ്സിലായി ആൾക്കാരെ കുഴിയിലിറക്കാനുള്ള പ്ലാനുമായിട്ടാണ് ഇവിടെ ലാൻഡ് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. അത് നമുക്ക് ഓൾറെഡി നേരത്തെ തന്നെ അറിയാം. നിലവിലിപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതിൽ ഏക ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കൂടെ നിങ്ങൾ ഈ എടുക്കുന്ന ഈ തീരുമാനങ്ങളുണ്ടല്ലോ, അതാണ് സത്യം പറഞ്ഞാൽ ഏക ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതിനൊരു കൺട്രോളൂടെ ചെയ്തു കഴിഞ്ഞാൽ സുഖം, സന്തോഷം, സ്വാതന്ത്ര്യം, സമാധാനം